ജയ് മുറിവിട്ടിറങ്ങി. മീനു ചിന്തയിലേക്കും. എന്തു ചെയ്യും? എന്താണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം? 40-ാം വയസ്സിൽ തൻ്റെ വിവാഹം നടക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. താൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തൻ്റെ വിവാഹം നടക്കും. താൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് നടക്കും. ഏതെങ്കിലും ഒരാൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനെ തടയാൻ തനിക്കൊരിക്കലും സാധിക്കില്ല. കാരണം അത് വലിയേട്ടൻ്റെ തീരുമാനമാണ്. വിവാഹം കഴിക്കുകയല്ലാതെ തൻ്റെ മുന്നിൽ വഴികളൊന്നുമില്ല. പക്ഷേ അതിനെ തടയാൻ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മീനു ഒരുപാട് വഴികൾ അന്വേഷിച്ചു, ചിന്തിച്ചു. ഒരു ഉത്തരവും കിട്ടിയില്ല. പെട്ടെന്നാണ് മനസ്സിലൊരാശയം മീനുവിന് മുള പൊട്ടിയത്. സീരിയലും സിനിമയിലൊക്കെ കണ്ട് പഴകിയ ഒരു കഥ. അത് സ്വന്തം ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് മീനു തീരുമാനിച്ചു. എങ്കിൽ അതിനാരെ സെലക്ട് ചെയ്യും? അതായിരുന്നു മീനുവിൻ്റെ അടുത്ത ചിന്ത. പെട്ടെന്നാണ് കുറച്ചു മുമ്പ് തന്നോട് സംസാരിച്ചു പോയ ജയിയുടെ മുഖം മീനുവിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. വിവാഹത്തിന് തന്നെപ്പോലെ തന്നെ താല്പര്യമില്ലാത്തൊരു വ്യക്തി. തീർച്ചയായിട്ടും അവൻ തന്നെയാണ് തൻ്റെ ബെസ്റ്റ് ചോയ്സ് എന്ന് മീനുവിന് തോന്നി. ഒന്നും ചിന്തിക്കാതെ തന്നെ മീനു ജയ് അന്വേഷിച്ചിറങ്ങി. അപ്പോഴേക്കും അവൻ ഹോസ്പിറ്റലിൻ്റെ പുറത്തെത്തിയിരുന്നു. മീനുവിൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡിൽ ജയ്യെ കണ്ടെത്താൻ മീനുവിന് സാധിച്ചു. മീനു ഉറക്കെ വിളിച്ചു, ജയ്, ജയ്. അവനൊന്ന് തിരിഞ്ഞു നോക്കി. എന്തോ ചേച്ചി, എന്താ വിളിച്ചേ? എനിക്ക് തന്നെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്ക്, എന്താ കാര്യം? എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ തനിക്ക്? സഹായിക്കാനോ? ചേച്ചിയെ ഞാനെങ്ങനെ സഹായിക്കാനാ? എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ തൻ്റെ പ്രശ്നത്തിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ചേച്ചി മനസ്സിലാവുന്ന ഭാഷയിൽ വല്ലതും പറ. തൻ്റെ പ്രശ്നം എന്താ? വിവാഹം കഴിക്കാൻ പറ്റില്ല. വീട്ടുകാർ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു അല്ലേ? അതെ, എൻ്റെ പ്രശ്നം അതുതന്നെയാ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് വിവാഹം കഴിക്കണം. എൻ്റെ വിവാഹം ഈ വർഷം നടത്തുമെന്നുള്ളത് എൻ്റെ വീട്ടുകാരുടെ പ്രതിജ്ഞയാണ്. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. അതവിടെ തീരുമാനിച്ചു പോയതുകൊണ്ട് അതെന്തായാലും നടക്കും. പക്ഷേ എനിക്ക് വിവാഹം കഴിക്കണ്ട. അത് നേരത്തെ ചേച്ചി പറഞ്ഞല്ലോ എന്നോട്. ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാൻ ഞാനൊരു സൊല്യൂഷൻ പറയട്ടെ. പറയേ. നമുക്ക് വിവാഹം കഴിച്ചാലോ? ചേച്ചി എന്തൊക്കെയായി പറയണേ? അതായത് നമ്മൾ തമ്മിലൊരു തീരുമാനമെടുത്ത് നമ്മൾ വിവാഹം കഴിക്കുന്നു. വീട്ടുകാരുടെ ആവശ്യം നമ്മുടെ വിവാഹം മാത്രമാണ് അല്ലേ? അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒരു സമയത്തുമ്പോൾ നമ്മൾ പിരിയുന്നു. വീട്ടുകാർക്ക് വിവാഹമായിരുന്നല്ലോ വേണ്ടത്, അത് നടന്നു കിട്ടും. തനിക്ക് തൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. നടക്കുന്ന കാര്യം വല്ലതും പറയേച്ചി. ഇത് നടക്കുന്ന കാര്യമാണ്, താനൊന്നും മനസ്സ് വെച്ചാൽ മതി. എൻ്റെ പൊന്നേച്ചി തമാശ പറയല്ലേ. ഇത് തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നമ്മളൊരു ധാരണയിലെത്തി വിവാഹം കഴിക്കാം. എൻ്റെ കണ്ടീഷൻസുകൾ ഞാൻ പറയാം. തൻ്റെ കണ്ടീഷൻസ് എന്താണ് താൻ പറയും. താൻ രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം. വീട്ടുകാരെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. തൻ്റെ വീട്ടുകാരെ തനിക്ക് സമ്മതിപ്പിക്കാൻ പറ്റില്ലേ? എൻ്റെ വീട്ടുകാരെ ഞാൻ സമ്മതിപ്പിക്കാം. അവർക്ക് എൻ്റെ വിവാഹം ഈ വർഷം നടക്കണം എന്നത് മാത്രമാണ് ആവശ്യം. വേറെ ഒരു ആവശ്യം അവർക്കില്ല. അവരുടെ ആവശ്യം നടക്കും, അത്രയേ ഉള്ളൂ. തനിക്ക് ഓക്കെ ആണോ? ചേച്ചി എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാ? ചേച്ചിക്ക് എന്നെക്കുറിച്ച് വല്ലതും അറിയാവോ? തന്നെക്കുറിച്ച് കൂടുതലൊന്നും അറിയേണ്ട ആവശ്യത്തിനകത്തില്ല. ചേച്ചി കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി വിചാരിക്കുന്നത് കുട്ടിക്കളിയാണെന്നാണോ? ഇത് സിനിമയിലുള്ള കല്യാണമല്ല ചേച്ചി. എനിക്കറിയാം കുട്ടിക്കളിയല്ല എന്നും എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ചേച്ചി എന്തൊക്കെയാ പറയണേ? ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല? ഇല്ല, തീരെ മനസ്സിലായി. അതായത് നമ്മൾ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു. എന്നിട്ട് ഒരു വർഷം, കൂടിപ്പോയ ഒരു വർഷം, അത്രയെങ്കിലും വീട്ടുകാരുടെ സമാധാനത്തിന് വേണ്ടി വേണം. അപ്പോഴേക്കും എൻ്റെ 40 വയസ്സ് എന്നുള്ള ജ്യോത്സ്യ പ്രവചനം കഴിഞ്ഞിരിക്കും. ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പിരിയാം.
ഒരു വർഷം വീട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നമ്മുടെ വിവാഹകാലം അങ്ങ് പോവും. ഓക്കെ അല്ലേ? ചേച്ചി, എൻ്റെ ജോലി എന്താണെന്ന് ചേച്ചിക്കറിയാവോ? ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് ചേച്ചിക്കറിയാവോ? ചേച്ചിയെപ്പോലൊരു പെണ്ണിനെ ചേച്ചിയുടെ വീട്ടുകാർ എനിക്ക് കെട്ടിച്ചു തരുമോ? ചേച്ചി എന്തൊക്കെയാ ഈ പറയണേ? എടാ, അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റായിക്കോളാം. എൻ്റെ വീട്ടുകാർക്ക് വേറൊന്നും ആവശ്യമില്ല. എൻ്റെ വിവാഹമാണ്. ഞാൻ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ എനിക്കവർ കെട്ടിച്ചു തരും. അവിടെ തൻ്റെ ജോലിയും കാര്യങ്ങളും അതൊന്നും പ്രശ്നമല്ല. തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അതൊന്നും വിഷയം എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചേച്ചി, പിന്നെ തൻ്റെ വീട്ടുകാർ സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. എൻ്റെ വീട്ടുകാരല്ല. അതെന്താ? ഞാനിപ്പോൾ എനിക്ക് വയസ്സ് 40 ആവാൻ പോകുന്നു. എനിക്ക് 17 വയസ്സുള്ളൊരു മകളുണ്ട്. ഞാൻ ഡിവോഴ്സാണ്. അപ്പോൾ തൻ്റെ വീട്ടുകാർക്കും കാണില്ലേ തൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ. അപ്പോൾ അതിന് എതിരായിട്ടൊരു പെണ്ണ് വരുമ്പോൾ അവരത് അംഗീകരിക്കുമോ എന്നതാണ് പ്രശ്നം. തൻ്റെ വീട്ടുകാർ അംഗീകരിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. നമുക്ക് കല്യാണം കഴിക്കാം. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു വർഷം ആ ജീവിതം കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് നമുക്ക് പിരിയാം. ഒരു വർഷമെങ്കിലും പിടിച്ചു നിൽക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. തീരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് 6 മാസം കൊണ്ട് തന്നെ പിരിയാം. ഓക്കെ അല്ലേ? ചേച്ചി, ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, ഇതിലിത്ര ആലോചിക്കാൻ എന്താണല്ലേ? എനിക്കതാ മനസ്സിലാവാത്തത്. ആലോചിക്കാൻ മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ രണ്ടുപേരുടെ ജീവിതമല്ലേ. നീ എന്നിരുന്ന് ആലോചിക്ക്. ഞാൻ എൻ്റെ കുറച്ച് കണ്ടീഷൻസ് പറയാം, നിനക്കത് ഓക്കെ ആണെന്ന് കൂടി ആലോചിക്ക്. ചേച്ചി പറ, കേൾക്കട്ടെ. അതായത്